കരവാളൂർ ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സബ്സിഡി കാലിത്തീറ്റയുടെ വിതരണോദ്ഘാടനം നടത്തി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച സബ്സിഡി കാലിത്തീറ്റയുടെ വിതരണോദ്ഘാടനമാണ് നടത്തിയത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഇവിടെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ വിതരണം, പാലിന് സബ്സിഡി, അതുപോലെയുള്ള നിരവധി പദ്ധതികൾ, അതായത് കിടാരി വളർത്തൽ, സ്ത്രീശക്തി ഗോശക്തി എന്നും പറഞ്ഞാണ് ഒരു കിടാരി വളർത്തൽ പദ്ധതി ഇപ്പം വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചാണകം ഉണക്കി പൊടിച്ച് കൊടുക്കുന്ന അങ്ങനെ ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കറവ യന്ത്രം കൊടുക്കുന്നുണ്ട്, മിനി ഡയറി ഫോം. ഇങ്ങനെ നിരവധികളായ പദ്ധതികളാണ് നമ്മുടെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് വെച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘമാണ് നമ്മുടെ കരവാളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ക്ഷീരസംഘം. അതായത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ, ഈ ഉണക്ക് സാഹചര്യത്തിൽ ഈ ക്ഷീര കർഷകർക്ക് ഈ കാലിത്തീറ്റ വിതരണം വളരെ ഒരു അനുകൂലമാണെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുതൽ പക്ഷേ വിതരണം ചെയ്തു തുടങ്ങുന്നത്. പക്ഷേ അവർക്ക് പൂർണ്ണമായിട്ട് ഒരു വർഷം മൊത്തവും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം മാനദണ്ഡം അനുസരിച്ച് മാത്രമേ നമുക്ക് സർക്കാർ തരുന്ന പൈസയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ നമുക്ക് പദ്ധതികൾക്ക് പൈസ വയ്ക്കാൻ കഴിയൂ. കഴിവതും നമ്മൾ 4 മാസത്തേക്കുള്ള ഇതിൻ്റെ കാലിത്തീറ്റയുടെ സബ്സിഡിക്ക് നമ്മൾ പൈസ വെച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകളും കൂടി ചേർന്നുകൊണ്ടാണ്, ബാക്കി പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കി പോകുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ, പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പരിധിയിൽപ്പെടുന്ന ക്ഷീരസംഘങ്ങൾ, പ്രവർത്തിക്കുന്ന ക്ഷീരസംഘങ്ങളിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടുപോവുകയും അതുപോലെ തന്നെ പാല് നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള പാലാണ് കർഷകർ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് കിട്ടുകയും ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആഡിറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷീരസംഘമാണ് ഈ ക്ഷീരസംഘം. നമ്മുടെ ക്ഷീരസംഗമം എന്ന ഒരു പരിപാടി കഴിഞ്ഞ വർഷം 2 വർഷം മുന്നേ തന്നെ ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘവുമാണ്. ഇവരോടൊപ്പം അല്ലെങ്കിൽ ക്ഷീര കർഷകർക്ക് വേണ്ടുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത്. കരവാളൂർ ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന ക്ഷീര കർഷകർക്കാണ് സബ്സിഡി നിരക്കിലുള്ള കാലിത്തീറ്റ നൽകിയത്. സംഘം പ്രസിഡന്റ് വി തുളസീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ഈ 2023-24 സാമ്പത്തിക വർഷത്തിൽ അഞ്ചൽ ബ്ലോക്കിൽ നിന്നും അനുവദിച്ച കരവാളൂർ സംഘത്തിലെ ക്ഷീര കർഷകർക്ക് സബ്സിഡി നിരക്കിൽ കൊടുക്കുവാൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള കേരള ഫീഡ്സിൻ്റെ കാലിത്തീറ്റയുടെ വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് പറയാനുള്ളത്, കർഷകർക്ക് ഇപ്പം പാലിൻ്റെ വില ക്രമാതീതമായും ഉയരുന്നില്ല. അതിൻ്റെ കാരണം കാലിത്തീറ്റയുടെ വർധനവനുസരിച്ചുള്ള പാലിന് വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു മുഖ്യമായ ഒരു പരാതി നിലനിൽക്കുന്നത്. ആ പരാതി ഒരു പരിധി വരെ പരിഹരിച്ച് നിർത്തുന്നത് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കേരള സർക്കാരിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സഹായത്തോടു കൂടി കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതേപോലത്തുള്ള കാലിത്തീറ്റകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് കൊണ്ടാണ് കർഷകർ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുന്നത്. അപ്പം ഈ സബ്സിഡി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു 2-3 മാസത്തേക്ക് ഉള്ളതേ ഉള്ളൂ. എന്നിരുന്നാലും ശരി, കർഷകരുടെ ഏക അഭിപ്രായം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ മുഴുവൻ ദിവസവും അവർക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ ലഭിക്കണം എന്നുള്ളതാണ് അവർ മുഖ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കരവാളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്ഷീരസംഘത്തിൻ്റെ പ്രവർത്തനം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിൻ്റെ കാരണം എല്ലാ തലത്തിലും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് നമ്മുടെ കരവാളൂർ ക്ഷീരസംഘം. നമ്മുടെ വാർഡ് ബ്ലോക്ക് മെമ്പറാണ് നമ്മുടെ കരവാളൂരിനെ അഞ്ചൽ ബ്ലോക്കിലെ പ്രസിഡന്റ്. കാരണം അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നമ്മുടെ രൂപീകൃതമായതിനു ശേഷം ഇതുവരെയുള്ള പ്രവർത്തനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചൽ ബ്ലോക്കിലെ തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്ന നിലയ്ക്ക് കൃത്യമായ രീതിയിൽ പൊതുയോഗങ്ങൾ കൂടുന്നു, കൃത്യമായ രീതിയിൽ ആഡിറ്റുകൾ നടത്തുന്നു, കൃത്യമായ രീതിയിൽ പാൽവില കർഷകർക്ക് കൊടുക്കുന്നു. അതിനേക്കാൾ ഉപരി എല്ലാ കർഷകരുടെയും പൈസ ഓൺലൈനായി ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇപ്പം നമ്മൾ വിതരണം നടത്തുന്നത്. ആ വിതരണം നടത്തുന്നതോടൊപ്പം തന്നെ
കർഷകരെന്തായാലും ഒരു പരിധി വരെ ഇന്ന് സംഘത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് അവർ ഒരു പരിധി വരെ തൃപ്തരാണ്. പക്ഷേ പാൽ വില കുറയുന്നത് എന്നുള്ളൊരു പരാതിയാണ് അവർക്കുള്ളത്. ഈ കാലിത്തീറ്റയുടെ വില വർധനവും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് അവർ ബുദ്ധിമുട്ട് പറയുന്നത്. ഇതിനൊരു പരിധി വരെ പിടിച്ചു നിർത്തുന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘത്തിൻ്റെ ഇങ്ങനെയുള്ള സബ്സിഡികൾ വിതരണം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പം ക്ഷേമനിധി ബോർഡ് കർഷകർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇൻഷുറൻസ് എല്ലാവരും എടുക്കണം എന്നാണ് സംഘം ഇതിൻ്റെ പ്രവർത്തകർ എന്ന നിലയിൽ എല്ലാ കർഷകരോടും പറയുന്നത്. അത് എടുക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണ്. കാരണം പശുവിനെ മേടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും കർഷകർ ഇൻഷുറൻസ് എടുക്കണം. നമ്മുടെ ക്ഷീരഗ്രാമം പദ്ധതി ഉടനെ വരുന്നെന്നാണ് നമ്മുടെ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തിലും ക്ഷീരഗ്രാമം പദ്ധതി കൊടുക്കുമ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുകയാണ്. മുഖ്യമായിട്ടും കരവാളൂർ ക്ഷീരസംഘത്തിനെ കൂടി ഉൾപ്പെടുത്തി ആ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കൂ. 50 ലക്ഷം എന്നുള്ളത് 25 ലക്ഷമാക്കി ചുരുക്കി കൂടുതൽ പഞ്ചായത്തിനെ ഉൾപ്പെടുത്തു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ 70-ൽ പരം കർഷകരെ നമ്മൾ ഇവിടെ നമ്മുടെ ഈ ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന നമ്മുടെ സംഘത്തിന് പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ പ്രസിഡന്റ് മുരളിയുടെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ സംഘത്തിന് എപ്പോഴും താങ്ങായി നിൽക്കുന്നു. ബോർഡ് മെമ്പർ രാജൻ പിള്ള, എൻ തുളസി, കർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വിലയായ 1560 രൂപ അടയ്ക്കുമ്പോഴാണ് ഗുണഭോക്താവിന് ഒരു ചാക്ക് കാലിത്തീറ്റ സൗജന്യമായി നൽകിയത്. ഏകദേശം 60 ഗുണഭോക്താക്കൾക്ക് ഇന്നും നാളെയുമായി സബ്സിഡി കാലിത്തീറ്റ നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒരു കാരണവശാലും ഇപ്പം നഷ്ടത്തിലായി എല്ലാവർക്കും കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥിതിയിൽ ഇതിന് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു മെച്ചമായ ഒരു കാര്യം നടപ്പാക്കി തന്നാൽ കർഷകന്റെ ആശ്വാസമായിരിക്കും. സംഘം സെക്രട്ടറി പ്രീതി നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.